അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരായുള്ള സൈനിക നീക്കങ്ങളിൽ ഇറാനെ സഹായിക്കാൻ റഷ്യ രഹസ്യമായി ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നു. അതേ, മിഡിൽ ഈസ്റ്റിലെ US സൈനിക താവളങ്ങളുടെയും ഇസ്രായേലി തന്ത്രപ്രധാനമായ ഊർജ്ജ നിലയങ്ങളുടെയും കൃത്യമായ വിവരങ്ങൾ റഷ്യ ഇറാൻ കൈമാറിയിരിക്കുന്നതായിട്ടാണ് യുക്രൈനിയൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചുകൊണ്ട് റോയിട്ടേഴ്സ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യുക്രൈനിയൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം മധ്യേഷ്യയിലെ 11 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 46 അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളുടെ വിവരങ്ങളാണ് റഷ്യ ഇപ്പോൾ ഇറാന് നൽകിയിരിക്കുന്നത്. സൗദി അറേബ്യ, ഇസ്രായേൽ, കുവൈറ്റ്, UAE എന്നിങ്ങനെയുള്ള US സൈനിക താവളങ്ങളുടെ അതീവ കൃത്യതയുള്ള ഹൈ റെസല്യൂഷൻ സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് ഇപ്പോൾ ഇറാന്റെ കൈവശമുള്ളത്. ഇത് നൽകിയതോ റഷ്യയും. ഇതിന്റെ പ്രതിഫലനവും ഇതിനോടകം തന്നെ യുദ്ധക്കളത്തിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. റഷ്യൻ നിരീക്ഷണം നടന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രിൻസ് സുൽത്താൻ എയർബേസ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഇറാന്റെ ഡ്രോണുകൾ പതിച്ചത് വളരെ കൃത്യമായി തന്നെയായിരുന്നു. കാരണം റഷ്യയുടെ ഇൻപുട്ട് ഉണ്ട് എന്നതുകൊണ്ടാണത്. അമേരിക്കയുടെ ഓരോ നീക്കവും ബഹിരാകാശത്ത് നിന്ന് നിരീക്ഷിക്കാനും അത് തത്സമയം ഇറാന് കൈമാറാനും റഷ്യ തയ്യാറാകുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് വാഷിംഗ്ടണിന്റെ ഉറക്കം കെടുത്തിയിരിക്കുന്നുവെന്ന് ഉറപ്പാണ്. ഇസ്രായേലിലെ 55 അതീവ സുപ്രധാന ഊർജ്ജ കേന്ദ്രങ്ങളുടെ പട്ടികയും റഷ്യ ഇറാന് നൽകിയിട്ടുണ്ടെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഹദേരയിലെ ഒറോട്ടു റാബിൻ പവർ സ്റ്റേഷൻ തകർക്കാൻ റഷ്യ പ്രത്യേകം നിർദ്ദേശം നൽകിയതായും യുക്രൈൻ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇസ്രായേലിന്റെ വൈദ്യുത ശൃംഖലകൾ ഒറ്റപ്പെട്ടതാണെന്നും ഏതാനും പ്രധാന നിലയങ്ങൾ തകർത്താൽ രാജ്യം മുഴുവൻ ദീർഘകാലം ഇരുട്ടിലാകുമെന്നും റഷ്യ ഇറാനെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും ഈ റിപ്പോർട്ട് എടുത്തു തന്നെയാണ് പറയുന്നത്. സൈനിക സഹായത്തിനു പുറമെ സൈബർ മേഖലയിലും ഇരു രാജ്യങ്ങളും കൈകോർക്കുന്നുണ്ട് കേട്ടോ. റഷ്യൻ ഹാക്കർമാരും ഇറാന്റെ ഹന്താല ഹാക്ക് ഗ്രൂപ്പും ചേർന്ന് ഇസ്രായേലിലെയും ഗൾഫ് രാജ്യങ്ങളിലെയും ടെലികോം ഊർജ്ജ കമ്പനികളെ തകർക്കാൻ ഒന്നിച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇതിനു പുറമെ ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ഉപരോധത്തിന് റഷ്യൻ ഉപഗ്രഹങ്ങളാണ് കേട്ടോ ഇപ്പോൾ കണ്ണായി പ്രവർത്തിക്കുന്നത്. അതായത് ആഗോളതലത്തിൽ എണ്ണവാതക നീക്കത്തിന്റെ 1/5 നടക്കുന്ന ഈ പാതയിലെ ശത്രു രാജ്യങ്ങളുടെ കപ്പലുകളെ കണ്ടെത്താൻ ഇറാനെ കൈമെയ് മറന്നു സഹായിക്കുന്നത് റഷ്യ തന്നെയാണ്. റഷ്യയും ഇറാനും തമ്മിൽ കഴിഞ്ഞ വർഷം ഒപ്പിട്ട തന്ത്രപരമായ പങ്കാളിത്ത കരാറിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ ഈ വിവര കൈമാറ്റമെല്ലാം നടക്കുന്നത്. യുക്രൈൻ യുദ്ധത്തിൽ ഇറാൻ നൽകിയ ഡ്രോണുകൾക്ക് പകരമായി റഷ്യ ഇപ്പോൾ നൽകുന്നത് ലോകത്തിന്റെ തന്നെ ഗതി മാറ്റിമറിക്കാൻ ശേഷിയുള്ള കരുത്തുറ്റ രഹസ്യാന്വേഷണ വിവരങ്ങളാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഈ ചാരപ്പണി അമേരിക്കൻ ആധിപത്യത്തിന് അന്ത്യം കുറിക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയൊരു ലോകക്രമത്തിന്റെ തുടക്കം തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും.